ഇന്ന് ഓഗസ്റ്റ് 13. സോ എന്നത്തെയും പോലെ ഇന്നത്തെയും കുറിച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറിച്ച് പ്രധാനപ്പെട്ട 5 ഈവൻറ്റ്സ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യങ്ങസ്റ്റ് ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റ് 1985 ഓഗസ്റ്റ് 13 അയർലൻഡിൽ 3 വയസ്സുള്ള ജാമി ഗാവിൻ ഇംഗ്ലണ്ടിലെ ഹെയർഫീൽഡ് ഹോസ്പിറ്റലിൽ 4 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച വ്യക്തിയായി മാറിയത്. അദ്ദേഹത്തിന് ജന്മന ഹൃദ്രോഗമുണ്ടായിരുന്നു. അത് ക്രമേണ ശ്വാസകോശത്തെ തകരാറിലാക്കുകയും ചെയ്തു. ബ്രിട്ടനിലെ പ്രമുഖ ട്രാൻസ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റും ശസ്ത്രക്രിയാ വിദഗ്ധനും ഈജിപ്ഷ്യൻ വംശജനുമായ മാക്തി യാക്കൂബായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. മുമ്പ് സമാനമായ 19 നടപടിക്രമങ്ങൾ നടത്തിയിരുന്നതും ഇദ്ദേഹം തന്നെയായിരുന്നു. 1992 ജൂലൈയിൽ ജാമി മരിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കൽ ശ്രീകർത്താവ് അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെട്ടു. 1986 30 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടി ഹൃദയ ശ്വാസകോശ മാറ്റിവെക്കൽ നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി. കോയിൻ ഓപ്പറേറ്റഡ് ടെലിഫോൺ 1889 ഓഗസ്റ്റ് 13 കോയിൻ ഓപ്പറേറ്റഡ് ടെലിഫോണിന് പേറ്റന്റ് ലഭിച്ചത്. കണക്റ്റിക്കട്ടിലെ ഹാർട്ട്ഫോർട്ടിലെ വില്യം ഗ്രേക്കിനാണ് ഈ ഒരു പേറ്റന്റ് ലഭിച്ചത്. ജോർജ് ലോങ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അതേ വർഷം തന്നെ കണക്റ്റിക്കട്ടിലെ ഹാർട്ട്ഫോർട്ടിൽ മെയിൻ സ്ട്രീറ്റിന്റെയും സെൻട്രൽ റോയുടെയും മൂലയിൽ ആദ്യത്തെ പേ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തു. അക്കാലത്ത് ടെലിഫോണിന് സമാനമായ ഒരു മാഗ്നെറ്റോ ബെൽ ഉണ്ടായിരുന്നു. ഒരേ സമയം ബട്ടൺ 0 അമർത്തിയാൽ ഒരു ക്രാക്ക് തിരിക്കുന്നതിലൂടെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതിനായി അത് പ്രവർത്തിക്കപ്പെട്ടു. ബലൂൺ ടെലികമ്മ്യൂണിക്കേഷൻസ് 1960 ഓഗസ്റ്റ് 13 ബലൂൺ ഉപഗ്രഹമായ എക്കോ 1ന്റെ സഹായത്തോടെ ആദ്യത്തെ 2-വേ ടെലിഫോൺ സംഭാഷണം നടന്നത്. ഓൾഡസ്റ്റ് ബേർഡ് ഫോസിൽ 1987 ഓഗസ്റ്റ് 13 ടെക്സസിൽ കണ്ടെത്തിയ ഫോസിൽ അസ്ഥികൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പക്ഷികളുടെ അവശിഷ്ടങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഹീലിയം അയൺസ് ഫ്രം റേഡിയം 1903 ഓഗസ്റ്റ് 13 ജേണൽ ആയ നേച്ചറിൽ റേഡിയത്തിന്റെ റേഡിയോ ആക്റ്റീവ് ക്ഷയത്താൽ ഹീലിയം വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു. വില്യം റാംസോയുടെയും ഫെഡറിക് സോഡിയുടെയും ഈ പ്രധാന കണ്ടെത്തൽ ആറ്റങ്ങളുടെ ഘടന വെളിപ്പെടുത്താൻ സഹായിച്ചു. 1908 ഏണസ്റ്റ് റദർഫോർഡ് ആൽഫ കിരണങ്ങളും ഈ റേഡിയം ഇമിനേഷൻസും ഒന്നു തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഹീലിയം ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് പോസിറ്റീവ് വൈദ്യുത ചാർജ് വഹിക്കുന്നു. ഓരോരുത്തരും കെമിസ്ട്രിയിൽ ഭാവിയിലെ നോബൽ സമ്മാന ജേതാക്കളായിരുന്നു. നോബൽ ഗ്യാസ് കണ്ടുപിടിച്ചതിന് 1904 റാംസിക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ഇതുപോലെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ദിവസത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സോ ഇതുപോലെ മറ്റു പല ഈവൻറ്റ്സും നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. താങ്ക് യു.